ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു കട്ടിങ് ചെയ്ത് വെച്ചിരുന്നു ബ്ലൗസിൻ്റെ, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇതാ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. നല്ല ചീത്ത വശമാണ് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെക്കേണ്ടത്. അതിൻ്റെ ഭാഗങ്ങൾ മാറിപ്പോയത് ഇങ്ങനെ ഫസ്റ്റ് എന്തായാലും എടുത്ത് വെച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തായാലും മാറിപ്പോകാൻ എന്താ സാധ്യതയുണ്ട്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തായാലും എടുത്ത് വയ്ക്കുന്നതിന് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ ലൈനിങ് പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും മാറിപ്പോകത്തില്ല. ഇതാ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് മടക്കി അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് എടുക്കാം. ഇനി ഒരു ഭാഗം മാത്രം എടുക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് പീസും നല്ല പീസും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. നീറ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. അവിടെ ഇവിടെ ഒന്നും പൊങ്ങിയിട്ടൊന്നും വരരുത്. നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ച് മെല്ലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈത്തയ്യൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ട് സിംഗിൾ സ്റ്റിച്ച്, അതായത് കൈ കൊണ്ട് തയ്ച്ച് എടുത്താൽ മാത്രം മതി. കണ്ടോ, ഇനി അടുത്ത വശവും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏതെങ്കിലും ഒരു വശത്തുനിന്ന് തുടങ്ങിയാൽ മതി. ഏതെങ്കിലും ഒരു വശത്തുനിന്ന് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഫസ്റ്റത്തത് ചെയ്ത് നമ്മുടെ നൂല് കട്ട് ചെയ്യാതെ തന്നെ മറ്റേത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചൊരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നൂല് പൊട്ടിപ്പോകുന്നതോ അഴിഞ്ഞു പോകുന്നതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തിരക്കിനൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരിക. പെട്ടെന്ന് നൂല് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ നൂല് എത്താതാവുക, മുകളിലേക്ക് പോവുക, അങ്ങനെയൊക്കെ വരും. ഇനി നമുക്കിതാ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തുള്ള എക്സ്ട്രാ പീസസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, രണ്ടിൻ്റെയും. പിന്നെയുള്ളത് നെക്ക് അടിച്ചെടുക്കണം. നെക്കിൻ്റെ ഒരു പീസ്, അതായത് നെക്കിൻ്റെ ആ ഒരു വരഞ്ഞ ഭാഗത്തിന് പുറത്തേക്കായിട്ട് ചെയ്യണം. ഓക്കെ, ഇനിതാ എല്ലാ നമ്മുടെ ഡാട്ടുണ്ടല്ലോ, ആ ഡാട്ടുകൾക്കും നമുക്കിതാ ഇങ്ങനെ ഓരോ സ്റ്റിച്ച് മാത്രം കൊടുത്തെടുക്കാം. അങ്ങനെ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാട്ടിടാൻ ഈസി ആയിരിക്കും. നല്ല തുണിയും ലൈനിങ് പീസ് തമ്മിൽ അങ്ങ് തെന്നി മാറിപ്പോവുന്നില്ല. എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് പിടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിതാ നല്ല വശവും ചേർത്ത് വെക്കുക. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമ്മൾ നേരത്തെ ഒറ്റ സ്റ്റിച്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം അഴിഞ്ഞു പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് അവിടെ കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഡാട്ട് പിടിക്കാം. മെയിൻ ഡാട്ട് ഫസ്റ്റ് പിടിക്കാം. എന്നിട്ട് കുത്തി നിർത്തിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് നേരെ ഓപ്പോസിറ്റ് താഴേക്കും വരാം. അതാകുമ്പോൾ വേറെ അവിടെ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുപോലെ എല്ലാ ഡാട്ടുകളും അങ്ങനെ പിടിച്ചിട്ട് വരാം. അപ്പോൾ ആ അടുത്ത ഡാട്ട് പിടിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേതിൻ്റെ നൂല് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം പണി കഴിയും. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതിന് ശേഷം നമുക്ക് അടുത്ത ഡാട്ട് പിടിച്ച് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയും. ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ 2 പീസും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 പീസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പടി വെക്കണം, അതാണ് വേണ്ടത്. അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് സൈഡ് എടുക്കണം. ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ട് എടുത്തിട്ട് നമ്മളെ ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. എന്നിട്ട് ഒരു ചെറിയൊരു മടക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് മടക്കിയിട്ട് അവിടെ മുതൽ താഴോട്ടേക്ക് അളക്കുക, എത്ര അവിടെ വേണം എന്നുള്ളത്. കണ്ടോ, ആ ഭാഗം മാത്രം
സീം അലവൻസിൻ്റെ ഭാഗം മാത്രം അവിടെ പിടിച്ച് വെച്ചിട്ട് താഴോട്ട്, എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു മടക്കി ഒരു 1/4 ഇഞ്ചോ 1 ഇഞ്ചോ മടക്കിയിട്ട് അവിടെ മടക്കിയത് മുതൽ താഴോട്ടേക്ക് അളക്കാം. പിന്നെ ഇങ്ങനെ ഒരു ക്രോസ് ഇങ്ങനെ അതിൻ്റെ വീതിയും അളന്നെടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വീതിക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സീം അലവൻസിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക്, അതായത് ഹുക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിനേക്കാൾ 1 ഇഞ്ച് അധികമാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ബോഡി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡിയാവണമെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് സീം അലവൻസിൻ്റെ ഭാഗത്ത് റെഡിയാക്കിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെറ്റായിട്ട് കിട്ടും. ബാക്കിയൊന്നും അത്ര വലിയ നമ്മൾ തലപുകഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനിതാ നമുക്ക് പടി വെക്കാൻ വേണ്ടിയിട്ട് 4 പീസാണ് ഉപയോഗിക്കുന്നത്. ഒരു നല്ല പീസ്, ഒരു ലൈനിങ്, അതിൻ്റെ ഉള്ളിലേക്ക് 2 റഫായിട്ടുള്ള പീസുകൾ. ഓക്കെ, ഇനിതാ ഇങ്ങനെ 2 റഫായിട്ടുള്ള പീസുകൾ വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെക്കുന്നത് മാറിപ്പോകരുത്. അത് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ എല്ലാം വെക്കുമ്പോൾ നല്ല രീതിക്ക് വെച്ചിട്ട്, അതിൻ്റേതായ രീതിക്ക് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അതൊന്ന് പതിച്ചടിക്കാം. ലൈനിങ് മാറ്റി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി പതിച്ചടിച്ചിട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് നമുക്കൊരു, ഇത് അഴിക്കാനുള്ള സ്റ്റിച്ച് ആയതുകൊണ്ട് ഞാൻ വലിയ സ്റ്റിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ അതിനകത്തേക്ക് അളവുകൾ അളന്ന് ഇടണം. ഇനിയാണ് നമുക്ക് അളവ് ചെയ്യേണ്ടത്. എത്രയാണ് നമ്മൾ, ഇതിപ്പോൾ ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗത്തുള്ള പീസ്, ആ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയതിൽ നിന്ന് 1 ഇഞ്ച് അധികമാക്കിയിട്ട് അവിടെ ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ചില കസ്റ്റമേഴ്സ് അങ്ങനെ കുറച്ച് അധികം വേണം എന്നുള്ളവർക്കാണെങ്കിൽ അവിടെ നമുക്ക് അധികം വെച്ച് കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല, അവരെ കസ്റ്റമേഴ്സിൻ്റെ രീതിക്കനുസരിച്ച് ചെയ്യാം. എനിക്കുണ്ടോ ഫസ്റ്റ് ഡാട്ട് മുതൽ ആ ഒരു ഭാഗം, ഹുക്കിൻ്റെ ഭാഗം വരെയുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അളന്ന് നോക്കിയിട്ട് അവിടം വരെ ആ ഒരു ഭാഗം അവിടെ ഒന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന്, അതായത് നമ്മൾ ഫ്രണ്ടിലെ ഹുക്കിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തിയല്ലോ, ഇപ്പോൾ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയെങ്കിൽ 2.5 ഇഞ്ച് മാത്രം ഇപ്പുറത്തെ ഭാഗത്ത് അടയാളപ്പെടുത്തുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത് 3.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 4 ഇഞ്ചാണ്. അപ്പോൾ ഈ ഭാഗത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി ആ ടക്കിൻ്റെ ഭാഗത്ത് നിന്ന് സീം അലവൻസ് വരെ എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നമ്മൾ അളന്നിട്ടുണ്ടല്ലോ ഓൾറെഡി എത്രയാണ് കറക്റ്റായിട്ടുള്ള അത് നമ്മളവിടെ അളന്ന് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മാത്രം മതി. കൈ കൊണ്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല പീസും ഇതിൻ്റെ നല്ല ഭാഗവും തമ്മിൽ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പടി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് പടി, അതായത് ഹുക്കിൻ്റെ ഭാഗമാണ് അയ്യുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു അടയാളം വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 പീസാണല്ലോ വെച്ചിരിക്കുന്നത്, അത് 2 പീസായിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതൊന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 പീസാക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പടിയിലും ഞാൻ 4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നല്ല ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക കറക്റ്റായിട്ട്. എങ്ങനെയാണ് വേണ്ടത് അതുപോലെ വെക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് മുകളിലേക്ക് അങ്ങ് ഇട്ടിട്ട് മറച്ചിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് തുടങ്ങണം. അപ്പുറത്തെ ഭാഗത്തുനിന്ന് തുടങ്ങാൻ പാടില്ല. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് തുടങ്ങുക. എന്നിട്ട് 1/4 ഇഞ്ചിലോ നമ്മൾ എത്രയാണ് സീം വിട്ടത് ആ ഒരു സീമിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മെയിൻ ടക്ക് ഉണ്ടല്ലോ, അതിനെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകരുത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യരുത്. അതൊന്ന് മടക്കിയിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് വേണം ആ സ്റ്റിച്ച്
കൊടുക്കാൻ വേണ്ടിയിട്ട്, പടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് എടുക്കാം. അതിൽ നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് അളന്നിട്ട് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്യാം. എത്രയാണ് വേസ്റ്റ് നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ അതിൻ്റെ അളവ്. അപ്പോൾ അത് വേസ്റ്റ് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിലത്തെ വേസ്റ്റും ഫ്രണ്ടിലത്തെ വേസ്റ്റും നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് അധികമാണ്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുറക്കാനുണ്ട്. അപ്പോൾ കയറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത് റെഡിയായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ എനിക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്ത വശവും ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വശം ചെയ്തെടുക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പകുതിയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി പകുതി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മടക്കി വെച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഹുക്കിൻ്റെ ഐൻ്റെയും ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, അല്ലാതെ സീം അലവൻസിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം എന്തെങ്കിലും വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നന്നായിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് 2 സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം, അഥവാ അഴിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ 2 ഭാഗവും ചെയ്യാണിതാ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ നമുക്ക് ഐയുടെയും ഹുക്കിൻ്റെയും ഭാഗത്ത് നിന്ന് തന്നെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, അതിനുള്ളിലുള്ള പീസുകൾ നമ്മൾ മടക്കി വെച്ച പീസുകളൊന്നും അതിനുള്ളിലേക്ക്, അതായത് ഇതിൻ്റെ ഒരുമിച്ചാകാതെ ഒന്ന് അങ്ങോട്ട് മാറ്റി വേണം നമ്മൾ ആ ഒരു പീസുകളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് സ്റ്റിച്ചിലൊന്ന് ശ്രദ്ധിക്കണം, സെക്കൻഡ് സ്റ്റിച്ച് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുകയാണല്ലോ, അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് എടുക്കേ വേണ്ടൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹുക്കിൻ്റെയും ഐയുടെയും പടികൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് നെക്കിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 1/4 ഇഞ്ച്. ഓക്കെ, അത് ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. സാധാരണ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നിന്ന് എടുത്ത അളവാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബോഡിയിൽ നിന്നായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ട് നമ്മുടെ നെക്ക് ഇരിക്കും. ഓക്കെ, രണ്ടും ഇങ്ങനെ വെച്ചിട്ട് 2 വശത്തും ഒന്ന് കട്ട് ചെയ്തെടുക്കും. 1/4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പടികൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കിൻ്റെ അതിൻ്റെയും പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഐയുടെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഐയുടെ ഭാഗം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡ് ചീത്ത വശം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 3 ഇഞ്ച് വലിപ്പത്തിൽ വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ട് അതിങ്ങനെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഐയുടെ ഭാഗമാണെങ്കിൽ ചീത്ത വശമാണ്, മാറിപ്പോകരുത്. എന്നിട്ട് നേരെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ മടക്കി ഒരു 1/4 ഇഞ്ചിൽ ഇവിടെയും മടക്കിയിട്ട് ആ മടക്കിയ ഭാഗം ഇങ്ങോട്ടേക്ക്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കണ്ടോ, ആ ഒരു സ്റ്റിച്ച് കാണാൻ പാടില്ല. സ്റ്റിച്ചിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഒരു 1/4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ മാറ്റിയിട്ട് മുന്നോട്ടേക്ക് മാറ്റിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹുക്കിൻ്റെ ഭാഗമാണ്. അതും ഇതുപോലെ അതിൻ്റെ നല്ല വശമാണ് വെക്കേണ്ടത്. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ടത് നേരെ തിരിച്ച് ഇട്ട് ആ ലൈനിങ്ങിലൊന്ന് പതിച്ചടിക്കണം. ഈ ഭാഗത്ത് എന്തായാലും നമ്മൾ പതിച്ചടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്ത് പതിച്ചടിക്കാം. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഒരു 1/2 ഇഞ്ചിലോ അല്ലെങ്കിൽ 3/4 ഇഞ്ചിലോ മടക്കി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം
ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഒന്നും ചെയ്യുമ്പോൾ നീറ്റായിട്ട് കിട്ടില്ല, കുറച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, ലാഗ് ആവണ്ട. ഓക്കെ, ഇതാ ഇത് കറക്റ്റാക്കിയിട്ട് വെച്ച് നോക്കുക, ഹുക്ക് ഇടുന്ന പോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് നോക്കിയിട്ട് ബാക്കി ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബായ്.